ഒരു പരീക്ഷാ ചോർച്ചയെക്കുറിച്ച് കണ്ണൂർ സർവകലാശാലയുടെ ഒന്നാം വർഷ ഡിഗ്രി പരീക്ഷാഫലം ചോർന്നതായി KSUവിൻ്റെ ആരോപണം. ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്ത പരീക്ഷാഫലം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുവെന്നാണ് അവരുടെ ആരോപണം. ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ പരീക്ഷാഫലം കണ്ണൂർ സർവകലാശാല പ്രഖ്യാപിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നു. ഉമേഷ്, യഥാർത്ഥത്തിൽ ഈ വാട്സാപ്പിലേക്ക് ഇങ്ങനെ പരീക്ഷാഫലം വന്നു എന്നുള്ള ആരോപണം KSU ഉയർത്തിയതിന് ശേഷമാണോ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ എക്സാം റിസൾട്ട് പുറത്തു പറഞ്ഞത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കാരണം വൈകിട്ട് 6 മണിയോടുകൂടിയാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നത്. അതായത് വൈകിട്ട് 3:30 മുതൽ ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ ഫലങ്ങൾ വാട്സപ്പുകളിൽ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതേ തുടർന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് ഷമാസ് നേരെ പരീക്ഷാ കൺട്രോളർ വിളിക്കുമ്പോൾ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ള മറുപടിയും ലഭിക്കുന്നു. ഈ മറുപടി ലഭിച്ചതിൻ്റെ ഓഡിയോ ക്ലിപ്പ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടുകയും ചെയ്തു. 6 മണിയോടുകൂടി വാർത്താ സമ്മേളനം നടത്തുന്നു. അതിനുശേഷം വാർത്തകൾ വരുന്നു. തൊട്ട് പിന്നാലെ 7:30 കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്വന്തം നിലയിൽ ഔദ്യോഗികമായി തന്നെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നു. ഇത്തരത്തിൽ വളരെ വേഗത്തിൽ പരീക്ഷാ നടപടികൾ പൂർത്തിയാക്കി, മൂല്യനിർണ്ണയം പൂർത്തിയാക്കി സർവകലാശാല ആദ്യമായി വളരെ വേഗത്തിൽ ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്ന വാർത്താക്കുറിപ്പാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം ആരോപണം ഉന്നയിക്കുന്നത് 6 മണിക്ക് 7:30 വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. ഇത്തരത്തിൽ ഫലം പ്രസിദ്ധീകരിച്ചു എന്ന്. എന്തായാലും ഇതിൽ തുടർ വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും KSU ആരോപിക്കുന്നത് ഇത്തരത്തിൽ പരീക്ഷ നടത്തിയപ്പം വിദ്യാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും കൈകാര്യം ചെയ്യാൻ ഒരു സ്വകാര്യ ഏജൻസിയാണ് ഏൽപ്പിച്ചിരുന്നത്. ഈ ഏജൻസി വഴിയായിരിക്കും ഇത്തരത്തിൽ ഈ മൂല്യനിർണ്ണയ ഫലം ചോർന്നത് എന്നാണ് KSUവിൻ്റെ ആരോപണം. എന്തായാലും ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടക്കം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടക്കം ഒരു വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.